Hi friends, it's me Abhi Bashraf and welcome to another video of Food and Ball. നമുക്കറിയാം ഇന്ത്യ തായ്ലൻഡുമായിട്ടൊരു സ്റ്റണ്ണിങ് വിക്ടറിക്ക് ശേഷമാണ് ഇപ്പോൾ UAE നേരിടാൻ പോകുന്നത്. UAE ആയിട്ട് ബഹ്റിനെതിരെ 1-1 ഡ്രോയ്ക്ക് ശേഷമാണ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ നല്ല രീതിയിൽ ഒരു ഉത്തേജിപ്പിച്ച ഒരു മത്സരമായിരുന്നു തായ്ലൻഡുമായിട്ടുള്ള മത്സരം. വളരെ മികച്ച പ്രകടനമാണ് നമ്മളുടെ ടീം ഇന്ത്യ കാഴ്ചവെച്ചത്. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും UAE മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും തായ്ലൻഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ശക്തരായിട്ടുള്ളൊരു ടീമാണ് UAE. ഫിഫ റാങ്കിങ്ങിൽ 79ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് UAE. അതായത് ഇന്ത്യയേക്കാൾ ഏതാണ്ട് 18 സ്ഥാനത്തോളം മുന്നിലുള്ള ഒരു ടീമാണ്. മാത്രമല്ല ആതിഥേയ ടീമാണ്. അപ്പം വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ഒരു മത്സരത്തെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും UAE ഫുട്ബോൾ ആരാധകരും ഒക്കെ ഉറ്റുനോക്കുന്നത്. ആതിഥേയരായ UAEയുടെ മികച്ച പ്രകടനം എന്ന് പറയുന്നത് 96 ഏഷ്യ കപ്പിലെ റണ്ണേഴ്സ് അപ്പ് സ്ഥാനമായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ 3ാം സ്ഥാനം നേടിയവർ കൂടിയാണ് UAE. അപ്പോൾ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നുള്ളത് ഉറപ്പാണ്. എന്നിരുന്നാൽ പോലും ഇന്ത്യക്കൊരു സമനില വഴങ്ങിയാൽ പോലും മുന്നോട്ടുള്ള യാത്രയിൽ അത് സഹായകരമാകും. പക്ഷേ UAEക്ക് ഒരു മസ്റ്റ് വിൻ മാച്ചാണ്. അതുകൊണ്ട് തന്നെ അവർ വിയർപ്പൊഴുക്കി കളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളും വേണ്ട. ഹെഡ് ടു ഹെഡ് റെക്കോർഡ് നോക്കുമ്പോൾ UAEക്ക് തന്നെയാണ് മേൽക്കൈ. കാരണം 13 വട്ടം ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 8 വട്ടം UAE വിജയിച്ചിരുന്നു. 2 വട്ടം മാത്രമാണ് ഇന്ത്യക്ക് ജയിക്കാനായത്. 3 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അൽ ഐൻ FCയെ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിച്ച ഖാലിദ് ഈസ എന്ന് പറയുന്ന അവരുടെ ഗോൾ കീപ്പർ, ഗോൾ കീപ്പറുടെ നിർണായക മികച്ച പ്രകടനമാണ് അവരെ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ എത്തിച്ചത്. അദ്ദേഹമാണ് UAEയുടെ ഗോൾ കീപ്പർ. മുഹമ്മദ് അബ്ദുൾ റഹ്മാനും അഹമ്മദ് ഖലീലും ഒക്കെ മികച്ച ഫോമിലാണുള്ളത്. ഏതായാലും ഇന്ത്യയുടെ കീ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുനിൽ ഛേത്രി തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത്. സുനിൽ ഛേത്രി, ആഷിഖ് കുര്യൻ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആയതോടുകൂടി ഈ ഒരു മത്സരത്തിലും അതേ കോമ്പിനേഷൻ തന്നെ ഇന്ത്യ പയറ്റിയേക്കും. ഇനി നമുക്ക് ഡിഫൻസിൽ ഉരുക്കുകോട്ടകളായിരുന്ന അനസും ജിങ്കനും ഒപ്പം വിങ് ബാക്കുകളായിട്ട് സുഭാഷിഷ് ബോസും പ്രീതം കോട്ടാലും തന്നെ ചേരും. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ നിന്നും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഗുർപ്രീത് സിംഗ് സന്ധു കുറച്ചും കൂടി ഒരു മികവാർന്ന പ്രകടനം കാഴ്ചവെക്കണമെന്നാണ് ആഗ്രഹം. അതേപോലെ തന്നെ മിഡ്ഫീൽഡിലെ പ്രണോയ് ഹൾഡർ, അനിരുദ്ധ് താപ്പ ഒരു കോമ്പിനേഷൻ ഈ മത്സരത്തിൽ വർക്കൗട്ട് ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും അടുത്ത മത്സരവും വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് മീ അബി ബഷ്റഫ് ആൻഡ് സൈനിങ് ഓഫ്.